എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒരുവൻ ക്രിസ്തുവിലായി തീർന്ന് പുതിയ സൃഷ്ടിയായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതയാണ് തന്നെത്താൻ ത്യജിക്കുക എന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. തിരുഹിതം അന്വേഷിച്ച് അതനുസരിക്കുന്നവനും ദൈവവചനം കേട്ട് പ്രവർത്തിക്കുന്നവനും നിരന്തരം തിന്മയോട് പോരാടി അതിനെ ജയിച്ച് പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നവനും മാത്രമേ സ്വന്തം കുരിശിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവാശ്രയമുള്ള ജീവിതത്തിലൂടെ തൻ്റെ സ്വഭാവത്തെ ദൈവ സ്വഭാവമുള്ളവനായി തീർക്കുക എന്നതാണ്. അനുസരണം, സ്നേഹം, ക്ഷമ, കരുണ എന്നീ ദൈവിക സ്വഭാവം വ്യക്തിയിൽ ദൈവ സ്വഭാവം വളർത്തുന്നു. അങ്ങനെ യഥാർത്ഥ സന്തോഷവും സമാധാനവും ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അനുഭവമായി തീരുന്നു. ആത്മീയ ജീവിത നിഷ്ഠയാണ് ഈ വിധ പരിവർത്തനം വ്യക്തിയിൽ അനുഭവവേദ്യമാക്കുന്നത്. ഈ അനുഭവത്തിലേക്ക് വളരാത്തവരോട് കർത്താവ് പറയുന്നത്, ഈ ജനം ആദരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. വിശുദ്ധ മത്തായി 15:8. യഥാർത്ഥ ക്രിസ്തീയ അനുഭവം ഇല്ലാത്തവർ സ്വന്തം ജീവിതത്തിനും മറ്റുള്ളവരുടെ ജീവിതത്തിനും തടസ്സം സൃഷ്ടിക്കുന്നു. തിന്മയിൽ മുഴുകി ജീവിക്കുന്ന നമുക്ക് ആത്മീയ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് ഏറ്റവും അനിവാര്യമാണ്. എന്നാൽ നാം അത് നീട്ടി വെക്കുന്നു. എന്നാൽ നാളെയാകാമെന്ന ചിന്ത ആത്മീയ ജീവിതത്തിന് യോജിച്ചതല്ല. ആത്മീയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. ഉറച്ച തീരുമാനമുള്ളവരായിരിക്കണം. വിശുദ്ധ മാമോദീസായിലൂടെ ലഭിച്ച ദൈവകൃപയ്ക്ക് അനുസരണമായി ജീവിക്കുമെന്ന ഉറച്ച തീരുമാനം ഉണ്ടാകണം. 2. ജീവിതത്തിന് ഒരു പുതിയ ദർശനം ഉണ്ടാകണം. നാം ജീവിച്ചു വന്ന പഴയ വഴികളെ വിട്ടുപേക്ഷിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:1 പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. വീണ്ടും റോമർ 12:3 പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു. മാനുഷികമായി ലോകത്തെയും ജീവിതത്തെയും വീക്ഷിക്കുന്ന സ്വഭാവം മാറ്റി ദൈവികമായ ഒരു കാഴ്ചപ്പാട് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണം. 3. ദൈവ മഹത്വത്തിനു വേണ്ടിയാണ് ജീവിതം എന്ന് മനസ്സിലാക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:21 അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും. 4. വിശുദ്ധ മാമോദീസ പ്രാപിക്കുന്നത് മൂലം അവന്റെ പഴയ മനുഷ്യന്റെ സ്വഭാവം ഉടനടി മാറണമെന്നില്ല. എന്നാൽ ദൈവകൃപ പ്രാപിക്കുന്നത് മൂലം പഴയ മനുഷ്യന്റെ സ്വഭാവം ക്രമേണ മാറി പുതിയ സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് വളരും. 5. പുതിയ മനുഷ്യനായാലും പിശാച് നിരന്തരം നമ്മെ വീഴിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. 1 പത്രോസ് 5:8 പറയുന്നത്, നിർമ്മലരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. അതുകൊണ്ട് പരിപൂർണമായ ആത്മശിക്ഷണത്തിന് വിധേയനായി ദൈവാശ്രയത്തോടുകൂടി ജീവിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവകൃപ നമുക്ക് ഓരോരുത്തർക്കും സമൃദ്ധിയായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.